യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കഥയായ അമ്മക്കഥയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ കന്യക. കാരണം അന്നു കണ്ട കലകളുടെയും പൂക്കളുടെയും ഡിസൈൻ തന്നെയാണ് ഇതും. ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്ന് അന്നയുടെ ഇടക്കെട്ട് വരെ മാത്രമുണ്ടായിരുന്ന കാപ്പ ഇന്ന് മേരിയുടെ കണങ്കാൽ വരെ താണുകിടക്കുന്നു. അവളെ മുഴുവൻ പൊതിഞ്ഞ് കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. ശുദ്ധീകരണ ചടങ്ങിന് ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് യോവാക്കീം ധരിച്ചിരിക്കുന്നത്. എന്നാൽ അന്ന നല്ല കടുത്ത വയലറ്റ് നിറത്തിലുള്ള വേഷം ധരിച്ചിരിക്കുന്നു. അവളുടെ കാപ്പയും അത് ശിരസിനെയും മൂടുന്ന കടുത്ത വയലറ്റ് നിറത്തിലാണ്. കണ്ണിന് താഴെ വരെ നിൽക്കത്തക്കവണ്ണം കൈകൾ കൊണ്ട് അത് അവൾ മറച്ചു പിടിച്ചിരിക്കുന്നു. അമ്മയുടെ ബലഹീനമായ ആ കണ്ണുകൾ കണ്ണീർ കൊണ്ട് ചുവന്നിരിക്കുന്നു. കരയുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. കരയുന്നത് മറ്റുള്ളവർ കാണുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്നാൽ കാപ്പയുടെ മറവിൽ കരയുവാൻ കഴിയും. കാപ്പയുള്ളത് കൊണ്ട് കരയുന്നത് വഴിപോക്കർ കാണുകയില്ല. യോവാക്കീമും കാണുകയില്ല. യോവാക്കീമിൻ്റെ കണ്ണുകൾ സാധാരണ വളരെ സജീവവും തെളിവുള്ളതുമാണ്. ഇന്ന് ആ കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. അവ ചുമന്നിരിക്കുന്നു. ചൊരിഞ്ഞ കണ്ണീരും ഇപ്പോഴും ചൊരിയുന്ന കണ്ണീരും നിമിത്തം അല്പം കുനുവോടെയാണ് യോവാക്കീം നടക്കുന്നത്. തലപ്പാവ് പോലെ ഒരു വസ്ത്രം ശിരസിൽ ധരിച്ചിരിക്കുന്നു. അതിൻ്റെ മടക്കുകൾ മുഖത്തേക്ക് ഇറങ്ങിക്കിടക്കുന്നു. അവർ വളരെ സാവധാനത്തിലാണ് നടന്നു നീങ്ങുന്നത്. ഈ യാത്ര എത്ര വേണമെങ്കിലും ദീർഘിച്ചു കൊള്ളട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർ നിൽക്കും. എങ്കിലും ഒരു യാത്ര അതിൻ്റെ അന്ത്യത്തിലെത്തണമല്ലോ. ഈ യാത്ര അവസാനിക്കാൻ പോകുന്നു. ഈ റോഡിൻ്റെ അങ്ങേയറ്റത്ത് ദേവാലയത്തിൻ്റെ മതിലുകൾ കാണപ്പെടുന്നു. അന്ന നിലവിളിച്ചുകൊണ്ട് മേരിയുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നു. എനിക്കറിയാം അന്നേ, എന്നാൽ നീ എത്ര നല്ലവളാണ്. ദൈവം നിൻ്റെ ഏകാന്തതയിൽ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മയുടെ സമാധാനത്തിനായി മേരി പ്രാർത്ഥിക്കും. ഇല്ലേ മോളെ? അതെ, ഞങ്ങളുടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറയൽ കൊള്ളുന്നു. അബ്രഹാം ബലിയർപ്പണത്തിന് മലയിലേക്ക് കയറിയപ്പോൾ വിറച്ചതുപോലെയുള്ള വിറയൽ. ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങൾ വിറയ്ക്കുന്നു. അബ്രഹാമിന് ബലിവസ്തുവിന് പകരം കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട. കാരണം ഞങ്ങൾ കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നു. എന്നാൽ സക്രിയാസേ, ഞങ്ങൾ വേദനിക്കുന്നു. നീ ദൈവത്തിൻ്റെ പുരോഹിതനാകയാൽ ഞങ്ങളുടെ ഈ പ്രയാസം മനസ്സിലാക്കണമേ. ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാചിക അന്ന കാത്തു പരിപാലിച്ചുകൊള്ളും. ഇപ്പോൾ ദേവാലയത്തിലുള്ളവരിൽ ദാവീദിൻ്റെ വിശുദ്ധ വംശത്തിലെ ഏക ലില്ലി ഇവൾ മാത്രമാണ്. ഒരു രാജകീയ മുത്ത് എന്ന പോലെ ഇവൾ സംരക്ഷിക്കപ്പെടും. മിശിഹായുടെ ആഗമനത്തിനുള്ള സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കന്യകയിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുന്നത്. തന്നിമിത്തം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ പെൺകുട്ടികളെ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ വിശ്വാസം തീരെ ക്ഷയിച്ചിരിക്കുന്നതിനാൽ ദേവാലയത്തിൽ കന്യകൾക്കായി നിശ്ചയിച്ച് വേർതിരിച്ചിരിക്കുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നു. വളരെ കുറച്ചു കന്യകൾ മാത്രമേ ഉള്ളൂ. 3 വർഷം മുമ്പ് വിവാഹിതരായിപ്പോയ ഏലിയായുടെ മകൾ സാറയോട് കൂടെ ദാവീദിൻ്റെ കന്യകകളും ഇല്ലാതായി. ഇനി രക്ഷകൻ്റെ വരവിന് 30 വർഷം കൂടെയുണ്ട് എന്നത് സത്യമാണ്. ദേവാലയത്തിൻ്റെ തിരശീലയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ദാവീദിൻ്റെ വംശത്തിലെ അനേകം രാജകീയ കന്യകകളുടെ മുന്നോടിയായിരിക്കും മേരി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സക്രിയാസ് വേറൊന്നും പറയുന്നില്ല. അദ്ദേഹം ചിന്താമഗ്നനായി മേരിയെ നോക്കുന്നു. പിന്നീട് അദ്ദേഹം തുടരുന്നു, ഞാനും അവളെ നോക്കിക്കൊള്ളാം. ഞാനൊരു പുരോഹിതനാണ്. എനിക്കിവിടെ അധികാരമുണ്ടല്ലോ.
ഈ മാലാഖയ്ക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കും. എലിസബത്ത് പലപ്പോഴും വന്ന് അവളെ അന്വേഷിക്കുകയും ചെയ്യാം. കാപ്പ ധരിച്ച് പുറപ്പെടാൻ അവർ എഴുന്നേൽക്കുന്നു. അപ്പോൾ കുഞ്ഞു മേരി വാതിൽക്കൽ വന്ന് മുട്ടുകുത്തി കയ്യും നീട്ടിക്കൊണ്ട് പറയുന്നു, അപ്പാ, അമ്മേ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തരയണമേ. അവൾ കരയുന്നില്ല, ധീരയായ കൊച്ചു പെൺകുട്ടി. എന്നാൽ അവളുടെ അധരങ്ങൾ വിറയ്ക്കുന്നു, ശബ്ദം ഇടറുന്നു. എങ്കിലും ഒരു പ്രാക്കുഞ്ഞിൻ്റെ കുറുകൽ പോലെ മാത്രം. അവളുടെ മുഖം വിളറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ വേദനയുടെ ഭാവം കാണാം. ഈ മുഖം തന്നെയാണ് കാൽവരിയിലും തിരുക്കല്ലറയിലും കാണാൻ പോകുന്നത്. അവിടെ ദുഃഖത്തിൻ്റെ തീവ്രത മൂലം വലിയ സഹനം കൂടാതെ നമുക്ക് ആ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയുകയില്ല. ഈ പ്രകാശധോരണിയിൽ മേരി മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതായി പ്രത്യക്ഷപ്പെടുന്നു. അവൾ മാതാപിതാക്കളുടെ മധ്യത്തിലായി നടയുടെ ചുവട്ടിലെത്തിക്കഴിഞ്ഞു. അവരുടെ ഹൃദയം എത്ര ശക്തിയായി ഇടിക്കുന്നുണ്ടായിരിക്കണം. എലിസബത്ത് ഒരു കാൽപ്പാട് പിന്നിൽ അന്നയുടെ അടുത്ത് തന്നെയുണ്ട്. പ്രധാന പുരോഹിതൻ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി പുഞ്ചിരി തൂകുന്നു. പടവുകളുടെ ചുവട്ടിൽ അവൾ വളരെ ചെറുതായി കാണപ്പെട്ടു. മഹാപുരോഹിതൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രധാന പുരോഹിതൻ നീതിന്യായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാവരും തലകുനിച്ച് എളിമയോടെ അതിൽ പങ്കുചേർന്നു. പ്രധാന പുരോഹിതൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളെ നിർമ്മലയായ ഈ കുഞ്ഞാടിനെ ദേവാലയ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് പ്രവേശനം നൽകുന്നതിന് മുമ്പ് അവളോട് ചോദിക്കുന്നു, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മേരി, നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്ക് അറിയാമോ? അവളുടെ മണിനാദം പോലുള്ള ശബ്ദം അറിയാം എന്നുത്തരം നൽകുന്നു. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക, എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക, എല്ലാറ്റിലും പൂർണ്ണയാവുക. വിജാഗിരിയുടെ സംഗീതത്തിന് പകരം വൃദ്ധരായ മാതാപിതാക്കളുടെ ഒരു തേങ്ങലാണ് കേൾക്കുന്നത്. മേരി, മകളെ എന്ന് വിളിച്ചു കരയുകയാണ്. അനന്തരം ഒരു ഞെരുക്കം. പരസ്പരം പേര് വിളിച്ച് സമാധാനപ്പെടുത്താൻ നോക്കുന്നു. അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴിയിലൂടെ അവളെ നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാം തീരുന്നു. ഈശോ പറയുന്നു, മഹാപുരോഹിതൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ നീ നടക്കുക, പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന്. പരിപൂർണതയിൽ ദൈവത്തിനു മാത്രം താഴെയിരിക്കുന്ന സ്ത്രീയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് പ്രധാന പുരോഹിതൻ അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത്. തന്നിമിത്തം ആ കൽപ്പന വിശുദ്ധമായിരുന്നു. അതെപ്പോഴും പരിശുദ്ധമായിരുന്നു, പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ തികവായിരുന്ന കന്യകയെ സംബന്ധിച്ച്. ജ്ഞാനം അവൾക്ക് മുമ്പേ നടക്കുകയും തന്നെ തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും വേണമായിരുന്നു. അതിന് മേരി അർഹയായിരുന്നു. കാരണം അവളുടെ ജന്മം മുതൽ അതിൻ്റെ പടിക്കൽ അവൾ കാവലിരുന്നു. പഠിപ്പിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു. ദൈവം നിമിത്തം അവൾ നിർമ്മലയായിരിക്കുവാൻ ആഗ്രഹിച്ചു. പരിപൂർണ സ്നേഹത്തിലെത്താൻ വേണ്ടി ജ്ഞാനത്തെ തൻ്റെ ഗുരുവായി ലഭിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ജനിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല. ജ്ഞാനത്തോടുള്ള ഐക്യം പറുദീസയിലെ ദൈവിക സ്പന്ദനങ്ങളുടെ തുടർച്ചയാണെന്നും അറിഞ്ഞിരുന്നില്ല. അത് വിഭാവനം ചെയ്യുവാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്ന് കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തി. അങ്ങനെ ദാസിയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ തികവായിരുന്നു കന്യക. നിത്യകന്യക അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. സ്വന്തം ഹൃദയത്തിൻ്റെ ബലഹീനതകൾക്ക് മാപ്പപേക്ഷിക്കുക. അവളുടെ എളിമ അതാണ് അവളെ ബോധ്യപ്പെടുത്തിയത്.
ഈ പ്രാർത്ഥനകളെല്ലാം ഭാവിയിൽ പാപികൾക്ക് വേണ്ടി നടത്താനിരിക്കുന്ന പാപപ്രവൃത്തിക്കായിട്ടുള്ള അപേക്ഷയുടെ മുന്നോടിയായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടൊത്ത് പാപികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവൻ്റെ മുന്നോടിയാണെന്നും അവൾ അറിഞ്ഞില്ല. അത്യുന്നതനായ കർത്താവ് നിശ്ചയിക്കുമ്പോൾ അവളുടെ ആത്മാവ് വിവേചനത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ തൻ്റെ ഉന്നതമായ ദൗത്യം അവൾ മനസ്സിലാക്കും. ഇപ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടി മാത്രമാണ്. ദേവാലയത്തിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ തൻ്റെ ദൈവവുമായി അവൾ കൂടുതൽ കൂടുതൽ അടുക്കുകയും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൽ നീ പൂർണ്ണയാവുക, ഔദാര്യത്തിൽ നീ പൂർണ്ണയാവുക, സഹനത്തിൽ നീ പൂർണ്ണയാവുക. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അമ്മയെ നോക്കൂ. പലരും അവഗണിക്കുന്നതും അവഗണിക്കാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ്. അതവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അതവർക്ക് വിഷമം വരുത്തുന്നു, ദുഃഖം. മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂർ തുടങ്ങി സഹിക്കുകയായിരുന്നു. പരിപൂർണയായിരിക്കുന്നത് കൊണ്ട് എല്ലാം അതിസൂക്ഷ്മമായി അവൾ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായി. അതിനാൽ അത് കൂടുതൽ യോഗ്യതയുള്ളതായി. നൈർമല്യമുള്ളവർക്ക് സ്നേഹമുണ്ട്, സ്നേഹിക്കുന്നവർക്ക് ജ്ഞാനമുണ്ട്, ജ്ഞാനമുള്ളവർക്ക് ഔദാര്യവും ധീരതയുമുണ്ട്. കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നതെന്ന്. എനിക്ക് മാനുഷികമായി ലഭിച്ച ബന്ധുക്കളിൽ എൻ്റെ ജീവിതത്തോട് കൂടുതൽ ബന്ധപ്പെട്ടവർ ജ്ഞാനമുള്ളവരായിരുന്നു. അന്ന, യോവാക്കീം, ജോസഫ്, സക്കറിയാസ്, അവരെക്കാളും കൂടുതലായി എലിസബത്തും യോഹന്നാനും. ഇവരെല്ലാം ശരിക്കും ജ്ഞാനികളായിരുന്നില്ലേ? ജ്ഞാനത്തിൻ്റെ വാസസ്ഥലം തന്നെയായിരുന്ന എൻ്റെ അമ്മയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. തങ്ങളുടെ ചെറുപ്പം മുതൽ മരണം വരെയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ജ്ഞാനം എൻ്റെ വല്യമ്മയ്ക്കും വല്യപ്പനും മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഒരു കൂടാരം പ്രകൃതി ശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്നത് പോലെ ജ്ഞാനം അവരെ പാപത്തിൻ്റെ അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ജ്ഞാനമാകുന്ന വൃക്ഷത്തിൻ്റെ വേര് ദൈവഭയമാകുന്ന ഈ വൃക്ഷം അതിൻ്റെ ശാഖകളെ 4 വശത്തേക്കും വളർത്തി ശാന്തവും സമാധാനപൂർണവുമായ സ്നേഹത്തിൽ എത്തിക്കുന്നു. അതിൻ്റെ ഭദ്രത നിമിത്തം സമാധാനപൂർണമായ സ്നേഹം, വിശ്വസ്തത, ഇങ്ങനെയുള്ള സ്നേഹമാണ് സമ്പൂർണമായ സ്നേഹം. പ്രായോഗികമായ സ്നേഹം ഈ സ്നേഹത്തിൽ എത്തിക്കുന്നു. എന്നാൽ എപ്പോഴും ദൈവത്തോട് വിശ്വസ്തത മാത്രം. അവരുടെ ഏറ്റവും വലിയ പരീക്ഷണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ മകളുടെ സാന്നിധ്യമില്ലാതിരിക്കുക എന്നതായിരുന്നു. എന്നാൽ മകൾ ഒന്നാമതായി ദൈവത്തിൻ്റെതാണ്. അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കളുടേത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് എല്ലാ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കളോട് പറയുവാൻ കഴിയും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആലയത്തിൽ വന്ന മേരിയുടെയും ജോസഫിൻ്റെയും മാതൃക, നസ്രത്തിലെ ഭവനത്തിൽ അന്നയുടെയും യോവാക്കീമിൻ്റെയും മാതൃക, അവരുടെ മനോഭാവം എല്ലാ മാതാപിതാക്കളും പഠിക്കേണ്ടതാണ്. നസ്രത്തിലെ അവരുടെ ഭവനം കൂടുതൽ ദുഃഖപൂർണമായി, ഏകാന്തമായി. എന്നാൽ ഒരു കാര്യം മാത്രം യാതൊരു കുറവും കൂടാതെ നിലനിന്നു, കൂടിക്കൊണ്ടിരുന്നു: 2 ഹൃദയങ്ങളുടെ വിശുദ്ധി. രോഗിയായ യോവാക്കീം, ദുഃഖിതയായ ഭാര്യ, തങ്ങൾ മരണത്തോടടുക്കുന്നു എന്നറിയുന്ന വൃദ്ധ ദമ്പതികൾ. രാത്രിയുടെ മൂകമായ നീണ്ട മണിക്കൂറുകൾ അവർക്ക് എന്തു പ്രകാശമാണ് ജീവിതത്തിൽ. കുഞ്ഞുമേരിയുടെ ഉടുപ്പുകൾ, അവൾ ആദ്യം ധരിച്ച കുഞ്ഞു ചെരുപ്പുകൾ, മകളുടെ ലളിതമായ കളിപ്പാട്ടങ്ങൾ. ഇപ്പോൾ അവൾ ദൂരെ, വളരെ ദൂരെ. അവളുടെ ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ. എന്നാൽ വലുതായ സമാധാനം. കാരണം അവർ പറയുന്നു, ഞങ്ങൾ സഹിക്കുകയാണ്, എങ്കിലും ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ഞങ്ങൾ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുന്നു. സ്വാഭാവികമായ ഒരു സന്തോഷം അവരെ ശാന്തിയിലാഴ്ത്തി. സ്വർഗീയമായ ഒരു പ്രകാശം അവർക്ക് അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ മക്കൾക്ക് മനസ്സിലാകാത്ത ഒരു സന്തോഷം. മരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ മീതെ ഭാരമേറിയ കൺപോളകൾ അടയുമ്പോൾ മാഞ്ഞു പോകാത്ത സന്തോഷം. അവസാന സമയത്ത് അത് കൂടുതൽ പ്രകാശത്തോടെ ശോഭിക്കുന്നു. ജീവിതകാലത്ത് തങ്ങളിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്ന ആ സത്യത്തെ
കൂടുതൽ പ്രകാശമാനമാക്കുന്നു. കൊക്കൂണിനുള്ളിലെ ചിത്രശലഭത്തെ പോലെ തങ്ങളിൽ ഉണ്ടായിരുന്ന സത്യം അത് വളരെ നേരിയ സൂചനകൾ. എന്നാൽ ഇപ്പോൾ അത് ചിറകുവിരിച്ച് സൂര്യപ്രകാശത്തിലേക്ക് വന്ന് അതിൻ്റെ അലങ്കാരങ്ങൾ കാണിക്കുന്നു. ആനന്ദപ്രദമായ ഒരു ഭാവി തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവത്തെ വിറയ്ക്കുന്ന അതരങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവരുടെ ജീവിതം കടന്നുപോയി. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നയ്ക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യമായിരുന്നു. മരണത്തിൻ്റെ വേദനയും ആ ദമ്പതികൾ അനുഭവിച്ചില്ല. ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു ക്ഷീണം മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. പ്രഭാതസൂര്യൻ്റെ ആഗമനത്തിൽ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നത് പോലെ ജോസഫിൻ്റെ മരണസമയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ അവരുടെ സാന്നിധ്യത്തിൽ മനുഷ്യരൂപത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും അദൃശ്യമായി ഞാൻ സന്നിധനായിരുന്നു. ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് സന്താനോൽപാദനത്തിലും മരണത്തിലും അവർക്ക് വേദന ഇല്ലാതിരുന്നത്? അവരും ആദത്തിൻ്റെ മക്കളല്ലേ? എൻ്റെ ഉത്തരം ഇതാണ്. ആദത്തിൻ്റെ പുത്രനായി ഉത്ഭവ പാപത്തോടുകൂടെ ജനിച്ച യോഹന്നാൻ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് എൻ്റെ സമീപത്താൽ മാത്രം മുൻകൂട്ടി വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ നിർമ്മലയും പരിശുദ്ധയുമായവളുടെ അമ്മയ്ക്ക് ഒരു വരം കൊടുത്തുകൂടെ? നിന്റെ മകൾ ദൈവത്താൽ പ്രത്യേകവിധം സംരക്ഷിക്കപ്പെട്ടവളാണ്. അവൾ തൻ്റെ അരൂപിയിൽ ദൈവത്തെ എപ്പോഴും വഹിച്ചവളാണ്. അവൾ ഒരിക്കലും ദൈവത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല. ദൈവം അവളെ സൃഷ്ടിച്ച് ഒരു ഉദരത്തിൽ സ്ഥാപിച്ചതു മുതൽ സ്വർഗീയ ഭവനത്തിൽ നിത്യമായി ദൈവത്തിൻ്റെ സ്വന്തമാക്കുവാൻ അവിടെ സ്വീകരിക്കപ്പെട്ട നിമിഷം വരെ ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിയിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഒരു നല്ല മനസ്സാക്ഷി സമാധാനപൂർണമായ മരണം നൽകുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും അതുപോലെ മരണം നൽകുന്നു. യോവാക്യമും അന്നയും നല്ല മനസ്സാക്ഷിയിൽ തങ്ങളുടെ ജീവിതം മുഴുവൻ പിന്നിട്ടവരായിരുന്നു. ആ ജീവിതം മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം പോലെ സ്വർഗം വരെ വ്യാപിച്ച് അവരെ സ്വർഗത്തിലേക്ക് നയിച്ചു. അതേസമയം വിശുദ്ധരായ അവരുടെ മകൾ ദേവാലയത്തിൽ ദിവ്യകൂടാരത്തിൻ്റെ മുമ്പിൽ വിദൂരത്തിലായിരിക്കുന്ന അവളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറ്റവും വലിയ നന്മയായ ദൈവത്തിനു വേണ്ടി മാതാപിതാക്കളെ അവൾ മാറ്റിവെച്ചു. എന്നാൽ അവരെ അവൾ സ്വതസിദ്ധമായ വിധത്തിലും നിയമാനുസൃതവുമായി സ്നേഹിച്ചു. ഒരു സ്വാഭാവിക സ്നേഹത്താൽ സ്നേഹിച്ചു.